റിമ്രു മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിൽ നിന്ന് സാധനം താഴേക്ക് വീഴുന്നതാണ് കാണിക്കുന്നത്. അത് വീണ് അവിടെ ഒരു ചെറിയ സ്ഫോടനം ഉണ്ടായി. ആ പുകയിൽ നിന്ന് നമ്മുടെ ഗവൺമെൻറ്റിനെയാണ് കാണിക്കുന്നത്. ഗവൺമെൻറ് വന്നിട്ട് പറയുന്നതാണ്, എടാ വൃത്തികെട്ട ക്രിയേച്ചറെ, നീ എൻ്റെ പ്ലാനെല്ലാം കോളാക്കിയില്ലടാന്ന്. അപ്പോഴും റിമ്രുവിനോട് ഗ്രേറ്റ് സ്റ്റേജ് പറയുന്നത് ഇത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ആന്ന് പറയുന്നത് ഗവൺമെൻറ് ഗാബീറോനോട് പറഞ്ഞാൽ നീ എന്താണ് ഇവിടെയെന്ന്. അപ്പോഴും ഗാബീർ പറയുന്നതാണ് ഗവൺമെൻറ്റിനോട് നിങ്ങൾ എന്താണ് ഇവിടെയെന്ന്. അപ്പോഴും ഗവൺമെൻറ് പറയുന്നതാണ് നിന്നോടൊരു പണി ചെയ്യാൻ പറഞ്ഞാൽ അതുപോലും വൃത്തിക്ക് ചെയ്യാത്ത നീ പോയിട്ട് ആ പിഗിൻ്റെ ഭക്ഷണം തന്നെ അതിനെക്കാട്ടും ഭേദമെന്ന്. ഗാബീർ വളരെയധികം ഷോക്കായിപ്പോയി. അവിടെ പന്നി വന്ന് ചോദിക്കുന്നതാണ് നിങ്ങളെന്തോ ഡീമൺ ലോണിനെ കുറിച്ച് പറയുന്ന കേട്ടു. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പറയുന്നതാണ് അതെ നിന്നെ കുറേ അധികം മനുഷ്യനെ തീറ്റിപ്പിച്ചിട്ട് നിന്നൊരു ഓർക്ക് ഡിസാസ്റ്ററാക്കി മാറ്റാനാണ് നമ്മളെ പ്ലാൻ. പിന്നെ നിന്നെ ആർക്കും തടുക്കാൻ പറ്റില്ല, എല്ലാവരും നിൻ്റെ അണ്ടറിലായിരിക്കും, നിനക്ക് കുറേ അധികം മനുഷ്യരെല്ലാം തിന്നാൻ പറ്റുന്നു. പിന്നീട് അവൻ്റെ പവർ ഉപയോഗിക്കുന്നതാണ് കാണിക്കുന്നത്. ഗവൺമെൻറ് ഗാബീറിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഗാബീറിൻ്റെ ആൾക്കാരുടെ മുമ്പിൽ വേണ്ടിയിട്ട് ഓനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവർക്കെല്ലാം ഭയങ്കര പരിക്ക് കേൾക്കുന്നുണ്ട്. ഗാബീർ കാരനോണ്ട് പറയുന്ന ഞാനിങ്ങനെ വിചാരിച്ചല്ല, ഞാൻ വിശ്വസിച്ച ആൾ തന്നെ എന്നെ ചതിക്കുന്നു, ലോഡ് നിങ്ങൾ എന്തിനാണ് എന്നെ ചതിച്ചതെന്ന്. അപ്പോഴും പറയുന്ന എനിക്ക് ഉപയോഗമില്ലാത്ത സാധനത്തിനൊന്നും ബാക്കി വെക്കില്ല, നശിപ്പിക്കല, അതുകൊണ്ട് മരിച്ചിട്ടെങ്കിൽ നമുക്ക് ഉപയോഗമാണെന്ന് പറയുന്നതാണ്. ഗബീർ വിചാരിക്കുന്ന തീർന്ന് ഇപ്പം എൻ്റെ അവസാനമാണ്. അപ്പോഴേക്കും നമ്മുടെ റിമൂർ ആടാനിട്ട് ആ വലിയ അറ്റാക്കിനെ തന്നെ അബ്സോർബ് ചെയ്യുന്നതാണ്. ഇതുകൊണ്ട് ഗാബീർ ആകെ അന്തം വിട്ടുപോയി. പിന്നീട് ഗാബീറിന് ഹീലിംഗ് പോഷൻ കൊടുത്തിട്ടാണ് നിൻ്റെ ടീംമേറ്റ് എല്ലാം ഹീൽ ചെയ്യുന്നത്. പിന്നീട് റിമൂർ ഗാൽമെൻറ്റിനെ കെട്ടിയിരുന്നതാണ്. എനിക്ക് ഗാൽമെൻറ്റിനെ നോക്കിയിട്ട് പറയുന്നതാണ് ഓ ഇവനല്ലേ ഗാബീറിന് പേര് നൽകിയേ. പക്ഷേ ഗാംഭീർ ഇത്രയും മന്ദബുദ്ധിയായ എന്താ, ഇവൻ്റെ ഇത്രയും ചെറിയ കെണിയിൽ പെട്ടുപോയല്ലോ. റിമ്രു വിചാരിക്കുന്ന കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഓൻ്റെ വയറ്റിട്ട് ഒരു കുത്തുന്നതാണ്. അന്നേരം ഗവൺമെൻറ് പറയുന്ന വിയോട്ടാ വൃത്തികെട്ടവനെ നീ എന്തിനാ എന്നെ അടിക്കുന്നതെന്ന്. അപ്പോൾ പിന്നെ ഒരു അടി കൊടുക്കുന്നതാണ്. എന്നിട്ട് റിമ്രു പറയുന്നതാണ് നീയും ബാക്കി ക്രിയേച്ചറിനെ പോലെ തന്നെയാ, വലിയ പവറൊന്നുമില്ല. ഗവൺമെൻറ്റിനെ ദൂരോട്ടേക്ക് തള്ളി വിടുന്നതാണ് കാണിക്കുന്നത്. ഗവൺമെൻറ് വീണേറ്റ് പറയുന്ന നീ വൃത്തികെട്ടവനെ, നിനക്കറിയില്ല അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ബാക്കി വെക്കൂലെന്ന്. നമ്മുടെ സ്ലൈമി വയ്ക്കുന്ന ആരാ നിൻ്റെ ലോഡ് എന്ന്. പിന്നീട് നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്ത് ആ പന്നീൻ്റെ അടുക്ക് പോയിട്ട് പറയുന്നതാണ് ഞാനാണ് ഈ ഓർക്കിലോട് നിനക്ക് പേര് നൽകി, അതുകൊണ്ട് ഇത്തിരിയെങ്കിലും എന്നോട് ഇതിൻ്റെ കൂറുണ്ടെങ്കിൽ എൻ്റെ വശത്തിട്ട് ഓനെ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കുന്നത്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പറയുന്നതാണ്. ഓർക്കിലോട് നിനക്ക് പവറെല്ലാം ഞാനാണ് നൽകി, അതുകൊണ്ട് എന്നെ ഇവനെ ഇപ്പം തന്നെ തീർക്കണം, എൻ്റെ ശക്തിയാണ് നിൻ്റെ ഉള്ളിൽ ഓടുന്നതെന്ന്. ലിറ്ററലി സ്ലൈമിനോട് പറയുന്നതാണ് നിൻ്റെ കഥ ഇപ്പം തീരുവാടാന്ന്. എന്താ സംഭവിച്ചറിയില്ല, എല്ലാം തിരിഞ്ഞുപോയി. ഓർക്കിലോട് പെട്ടെന്ന് അവൻ്റെ തല വെട്ടി കളഞ്ഞ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തല വെട്ടി കണ്ടിട്ട് സ്ലൈം നോക്കുന്നതാണ്. ഗ്രേറ്റ് സേജ് പറയുന്ന ഗവൺമെൻറ് മരിച്ചു എന്ന്. പിന്നീട് ഗവൺമെൻറ്റിനെ ഓർക്കിലോട് തിന്നുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ ഉള്ളിലുള്ള പവർ ഏച്ചു ഓർക്കിലോഡിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഓർക്കിലോഡിൻ്റെ ഓറ ഭയങ്കരധികം പവർഫുൾ ആകുന്നതാണ്. എന്നാലും ഗ്രേറ്റ് സേജ് പറയുന്നതാണ് ഓർക്കിലോഡ് ഇപ്പം ഡീമൺ ലോഡ് ആകാനുള്ള പ്രോസസ്സിലാണ്, ഒരു വലിയ ചുഴലിക്കാറ്റ് പോലെ തന്നെയാണ് വരുന്നത്. എനിക്ക് പറയുന്നതാണ് കംപ്ലീറ്റ് ആയി പ്രോസസ്സ് എന്ന്. എനിക്ക് ഇപ്പോഴായിരിക്കുന്നു ഓർക്ക് ഡിസാസ്റ്റർ. പിന്നീട് നമുക്ക് കാണുന്നത് ആ ഡീമൺ ലോണിനെയാണ്, അഥവാ ഓർക്ക് ഡിസാസ്റ്റർ. ഇവൻ്റെ ഓറ തന്നെ അത്രയും പവർഫുള്ളാണ്. ഡിസാസ്റ്റർ പറയുന്നതാണ് എനിക്ക് വിശക്കുന്നതെന്ന്. എന്നാൽ നമ്മുടെ സ്ലൈമിനോട് നമ്മുടെ ബെനിമാർ പറയുന്നതാണ് നിങ്ങൾ ഇതിൽ നിന്ന് മാറിയുന്നോ, ഇത് നമ്മളെ പ്രോബ്ലമാണ്. എന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ഷോൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പരമാവധി പിടിച്ചേക്കാൻ നോക്കുന്നുണ്ട്. ഷോണിനെ തീർക്കാൻ ഒരു സ്പേസ് കിട്ടിയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഹാക്കറോ എനിക്ക് രക്ഷപ്പെടുത്തുന്ന കാണിക്കുന്നത്. ഡിസാസ്റ്ററിൻ്റെ തല വെട്ടിപ്പോയതാണ് കാണിക്കുന്നത്. ഇപ്പോൾ തീർന്നെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അത് അതിൻ്റെ തലയും കൊണ്ട് തിരിഞ്ഞ് നിൽക്കുന്നത്. എനിക്ക് പറയുന്നതാണ് നല്ല ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ തല പിന്നെയും അവിടെ വെച്ച് റീജനറേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സൂയി പെട്ടെന്ന് തന്നെ ത്രെഡ് വെച്ച് മൂടിയിട്ട് എന്ത് ചെയ്ത് ഒരു കുക്കൂണ് പോലെ ആക്കുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്ത് നമ്മുടെ ബെനിമാർ ഫുള്ളായിട്ട് ഒരു ഹെൽഫ് ഫയർ വെച്ച് അറ്റാക്ക് ചെയ്യുന്നതാണ്, മൊത്തത്തിൽ കത്തിക്കുന്നതാണ്. പിന്നീട് റങ്കിയൻ തൻ്റെ പൂർണ്ണ പവർ എടുത്തിട്ട് എന്ത് ചെയ്ത് ബ്ലാക്ക് ലൈറ്റ്നിങ് അഥവാ ലൈറ്റ്നിങ് എടുത്ത് അറ്റാക്ക് ചെയ്യുന്നതാണ്. എനിക്ക് റങ്കേനോട് സ്ലൈം പറയുന്നതാണ് നീ ഫുൾ പവർ ഉപയോഗിച്ചില്ലേ, എന്നാൽ എൻ്റെ ഷാഡോയിലേക്ക് വന്നേക്കുന്നു. ഓർക്ക് ഡിസാസ്റ്ററിന് പരിക്ക് പറ്റി നീ അറ്റാക്ക് ചെയ്യുന്നതിന് ശേഷം. പക്ഷേ ഓൻ പറയുന്നതാണ് ഇതാണോ വേദന എന്ന്. നമ്മുടെ റിമർ പറയുന്നതാണ് ഇത്രയും വലിയ അറ്റാക്കെല്ലാം കൊണ്ടിട്ട് ഓനൊരു കൂസലില്ലല്ലോ. അവിടത്തേക്ക് ഒരു പന്നി വന്നിട്ട് പറയുന്നതാണ് നിങ്ങൾക്ക് എന്നെ കഴിക്കാവുന്നതാണ്, ഞാൻ നിങ്ങളെ എൻ്റെ ശരീരം ഏൽപ്പിക്കുന്നത്. അന്നേരം ഓർക്കിലോട് എന്ത് ചെയ്ത് ആ ശരീരത്തെ കഴിക്കുന്നതാണ് കാണിക്കുന്നത്. ഇടയ്ക്ക് ഡിസാസ്റ്ററിന് ഇടയ്ക്ക് ഓർക്കിലോടെന്ന് പറഞ്ഞ് കൺഫ്യൂസ് ആറേ, രണ്ടും ഒരാളെ തന്നെയാണ്. പിന്നീട് ഭയങ്കര ബ്രൂട്ടൽ രീതിയിൽ തന്നെ അതിനെ കഴിക്കുന്നുണ്ട്. എനിക്ക് ഫുള്ളായിട്ട് ഹീലാകുന്നുണ്ട്. കുറേയധികം അറ്റാക്കുകൾ ഓർക്കിലോട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതെല്ലാം റിമർ എന്ത് ചെയ്യുന്നു അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് റിമർ വിചാരിക്കുന്ന ഇതല്ല എന്ത് ചെറിയ കാര്യം. നമ്മുടെ റിമർ പറയുന്നതാണ് ഓർക്ക് ഡിസാസ്റ്റർ നീ തയ്യാറായിക്കോ എന്ന് പറഞ്ഞ്. എനിക്ക് റിമർ പറയുന്നതാണ് ഞാനിത് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചില്ല, ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രേറ്റ് സ്റ്റേജിനെ വിളിക്കുന്നതാണ്. എനിക്ക് ഗ്രേറ്റ് സ്റ്റേജിനോട് പറയുന്നതാണ് ഓട്ടോ മോഡ് ഓണാക്കുമെന്ന്. ഗ്രേറ്റ് സ്റ്റേജ് പറയുന്നതാണ് ഓട്ടോ മോഡ് എനേബിൾ ആയിരിക്കുന്നു. എനിക്ക് അവൻ്റെ കണ്ണ് കാണണം മൊത്തത്തിലൊരു തിളങ്ങുന്ന രീതിയിൽ.
റിംറു ഇപ്പം ഗ്രേറ്റ് സേജിൻ്റെ അണ്ടറുള്ളാണ്. ഗ്രേറ്റ് സേജ് ആണ് അവനോട് ഫൈറ്റ് ചെയ്യുന്നത്. പിന്നീട് ഗ്രേറ്റ് സേജ് അവൻ്റെ അറ്റാക്കെല്ലാം പുഷ്പം പോലെ ഡോജ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഒന്നുമല്ല രീതിയിൽ അമ്മാരി സ്പീഡിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഗ്രേറ്റ് സേജ്. പിന്നീട് ഗ്രേറ്റ് സേജ് ഫ്രണ്ടിൽ പെട്ടെന്ന് എന്നിട്ട് എന്ത് ചെയ്ത് കൈ സോഡും കൊണ്ട് വെട്ടുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് അവൻ്റെ കയ്യിൽ ബ്ലാക്ക് ഫ്ലെയിംസും കൊണ്ടാണ് വെട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ റീജനറേഷൻ നടക്കില്ല. എന്നിട്ട് റിംറു എന്നാണ് എനിക്കറിയാനു നീ ഭയങ്കര പവർഫുള്ളാണ് ഗ്രേറ്റ് സേജ് എന്ന്. പിന്നീട് നമ്മുടെ ഗ്രേറ്റ് സേജ് എന്ത് ചെയ്ത് ആ ബ്ലാക്ക് ഫ്ലെയിംസ് ഉള്ള സോഡ് അറ്റാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഡിസാസ്റ്ററിൻ്റെ ആയുധം അവിടെ ഇല്ലാണ്ടായിരുന്നു, അത് നശിച്ചു വന്ന മൊത്തത്തിൽ. അപ്പോൾ ഡിസാസ്റ്റർ പറയുന്ന ഇങ്ങനെ നടക്കാൻ സാധ്യതയില്ല, ഇതെന്താ നടക്കുന്നത്, എന്നിട്ട് ഫുൾ പവർ എടുക്കുന്നതാണ്. അവൻ്റെ ഒരു ഭ്രാന്തനെ പോലെ തന്നെ അറ്റാക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഗ്രേറ്റ് സേജ് എന്ത് ചെയ്ത് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അതും ഗ്രേറ്റ് സേജ് തടയുന്നുണ്ട്. പക്ഷേ കയ്യിൽ നമ്മുടെ റിംറുവിനെ പിടിക്കുന്നതാണ്. എനിക്ക് പറയുന്നതാണ് നീ ഇപ്പം എൻ്റെ കയ്യിലെത്തി, നീ ഇപ്പം മരിക്കാൻ പോകുന്നതാണ്. പിന്നീട് ഗ്രേറ്റ് സേജ് എന്ത് ചെയ്ത് അവൻ്റെ കയ്യിൽ എന്നിട്ട് തന്നെ മറ്റേ ഫ്ലെയിമിൻ്റെ ഒരു അറ്റാക്ക് ചെയ്യുന്ന അത് മറ്റേ ഡിമാൻഡ് ചെയ്യുന്നു. ആ അറ്റാക്ക് വെച്ചിട്ട് അവനെ മൊത്തത്തിൽ കത്തിക്കാൻ നോക്കുന്നതാണ്. ആ ഫ്ലെയിം സർക്കിളിൻ്റെ അറ്റാക്ക് കൊണ്ടിട്ട് അവൻ കത്തുമ്പോൾ നമ്മുടെ റിംറുവിനോട് ഗ്രേറ്റ് സേജ് പറയുന്നതാണ് പ്ലാൻ സക്സസ്ഫുള്ളായി, അവനെ തീർത്തുന്നു. പിന്നെ ചെറുങ്ങനെ പറയുന്ന ഇല്ല, പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓന് ഫയർ റെസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ പവർ ഉണ്ടെന്ന്. റിംറു പറയുന്നത് സാരമില്ല, നീ ഇത്രയും ചെയ്തില്ലേ, നിന്നിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഇനി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളുന്നു. നമ്മുടെ റിംറുവിനോട് ആ ഡിസാസ്റ്റർ പറയുന്നതാണ് ഇത്രയും നേരം കളിച്ചാൽ മതി, ഇനി എൻ്റെ വയറ്റിലേക്ക് പോകുന്നു. നമ്മുടെ റിംറു പറയുന്നതാണ് പക്ഷേ ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇത്രേനോ ജസ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നു. അപ്പോഴും പറയാം നീ തമാശ പറയുന്നതാണോ, ഓ മരിക്കാൻ നേരത്ത് നിനക്ക് ഭ്രാന്തായും തോന്നുന്നു. എന്നിട്ട് നമ്മുടെ റിംറു പറയുന്നതാണ് ഞാനാണോ നീയാണോ എന്നെ കഴിക്കുക, നമുക്ക് ഇപ്പം നോക്കാമെന്ന്. ശരീരം റിംറുവിൻ്റെ അഥവാ സ്ലൈം രൂപത്തിലേക്ക് മാറുന്നതാണ്. എന്നിട്ട് അവരെ മൊത്തത്തിൽ അബ്സോർബ് ചെയ്യാൻ പോകുന്നതാണ്. റിംറുവിൽ ഫേവറേറ്റ് സാധനം എനിക്കിതാ, ആരെ കിട്ടിയാലും അങ്ങ് വിഴുങ്ങുക. എന്നിട്ട് റിംറു ചെറിയ എല്ലാ രീതിയിലും ഓനെ അബ്സോർബ് ചെയ്യുന്നതാവുമ്പോൾ ശരീരത്തിൽ നിന്ന് സ്ലൈമിനെടുത്ത് പരമാവധി മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും സാധിക്കുന്നില്ല. റിംറു അവനെ മൊത്തമായിട്ട് അബ്സോർബ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് നമുക്ക് ഓർക്ക് ഡിസാസ്റ്ററിൻ്റെ പാസ്റ്റാണ് കാണിക്കുന്നത്. ഓർക്കിലോട് ശരിക്കും അവിടുത്തെ കിങ് ആയിരുന്നു. അവരെ സ്ഥലത്ത് വെച്ചാൽ ആർക്കും ഫുഡൊന്നും കിട്ടാണ്ട് ഫുള്ള് ഗ്രാമം മൊത്തം വരണ്ടുള്ള സമയത്ത് എന്ത് ഓർക്കിലോട് തൻ്റെ കൈ എടുത്തിട്ട് ആ പിള്ളേർക്ക് കൊടുത്തിട്ടാണെന്നാണ് നീ എൻ്റെ കൈ കഴിച്ചോ, നിങ്ങളുടെ നല്ല ഉഷാറിൽ വളരുമെന്ന്. എന്നിട്ട് നമ്മുടെ ഓർക്കിലോട് പറയുന്നതാണ് എനിക്കൊരു എബിലിറ്റി ഉണ്ട്, എൻ്റെ ശരീരത്തിൻ്റെ ഏത് പാർട്സ് മുറിച്ച് കഴിഞ്ഞാലും അത് റീജനറേറ്റ് ചെയ്യുന്നു. നമ്മുടെ റിംറു ഇതെല്ലാം കാണുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതെല്ലാം അവൻ്റെ മൈൻഡിലാണ് നടക്കുന്നത്, അവനെ അബ്സോർബ് ചെയ്ത സമയത്ത്. ഓർക്കിലോട് എന്ത് ചെയ്ത് ഗ്രേറ്റ് ഫോറസ്റ്റ് ഓഫ് സൂറയിലേക്ക് നടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. കാരണം ഇവരെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവൻ വേറൊരാളെ കെണിയിൽ വീഴുന്നതാണ്. നമ്മുടെ ഗവൺമെൻറ് എനിക്ക് പറയുന്നതാണ് നിനക്ക് ഞാൻ പേര് നൽകാം, ആ ഒരു പവറും നൽകാം. ആ പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ആരെ കഴിച്ചാലും അവരെ വിശപ്പ് നീ മാറ്റുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഓർക്കിലോട് എന്ത് ചെയ്ത് എല്ലാവരെയും കഴിക്കുന്നത്, അവരെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട്, അവർക്ക് വിശപ്പില്ലാണ്ട് ഒരു നല്ല ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ റിംറു അവനോട് പറയുന്നതാണ് നിന്നെ വെറും പൊട്ടനാക്കിയ ഓൻ ചെയ്തത്. കാരണം വെച്ചാൽ റിയാലിറ്റിയിൽ നീ അവരുടെ ജീവിതമാണ് എടുക്കുന്നത് അവരെ കഴിച്ചിട്ട്. ഇതെല്ലാം റിയാലിറ്റിയിൽ മൈൻഡിലാണ് നടക്കുന്നത്. പക്ഷെ പുറത്തുള്ളവൻ പറയുന്നതാണ് നീ എന്ത് ഏറ്റാലും സാറില്ല, പക്ഷെ എന്നെ ജീവനോടെ വിടണം, ഇല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ളവരെല്ലാം മരിച്ചു പോകും വിശപ്പിൽ, എനിക്ക് അവരെ ജീവിതം രക്ഷിക്കണമെന്ന്. നമ്മുടെ റിംറു പറയുന്നതാണ് അതൊരിക്കലും സാധിക്കില്ല, നീ കുറേ ആൾക്കാരെ ജീവിതം എടുത്തവനാ, അതുകൊണ്ട് നിന്നെ ബാക്കി വെക്കാൻ ഞാൻ വിടൂല, നിൻ്റെ ആൾക്കാരെ ഞാൻ നോക്കിക്കോളുന്നു. എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഓർക്കിലോടും ഓക്കെ ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നതാണ്. റിംറു അവനെ മൊത്തമായിട്ട് അബ്സോർബ് ചെയ്യുന്നതാണ്. പിന്നെ അവൻ്റെ മൈൻഡിലാണ് കാണിക്കുന്നത്. ഓർക്കിലോട് പറയുന്നതാണ് ഫൈനലി ഞാൻ ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, ഇവിടെ ഈ ലോകം മൊത്തം നല്ല പച്ചപ്പെല്ലാം കണ്ടെന്ന് പറഞ്ഞിട്ട് ഓൻ കരയുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്ത് ഓൻ്റെ ശരീരം പെട്ടെന്ന് ഡിസോൾവ് ആകുന്നതാണ് കാണിക്കുന്നത്. പുറത്തുള്ള ലോകത്തായാലും നമ്മുടെ റിംറു എന്ത് ചെയ്ത് മൊത്തത്തിൽ ഓനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഓർക്കിലോട് മരിച്ചുകൊണ്ട് തന്നെ ഓർക്കിലോഡിൻ്റെ എബിലിറ്റിയിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് വന്നതിനും എന്നിട്ട് അവർ വളരെയധികം വിഷമിക്കുന്നുണ്ടേനു. പിന്നീട് ബെനിമാറുവിൻ്റെ ടീമിനെയാണ് കാണിക്കുന്നത്. സ്ലൈമർ എന്നാണ് ഇപ്പോൾ ഓർക്കിലോഡിൻ്റെ കാര്യമെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോകാവുന്നതാണ്, നിങ്ങൾ ഫ്രീ ആണെന്ന്. നമ്മുടെ ബെനിമാർ പറയുന്നതാണ് അതെല്ലാം ഓക്കെ, പക്ഷേ നമുക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ നിങ്ങളൊപ്പം തന്നെ നിങ്ങളെ സർവ് ചെയ്ത് നിൽക്കാനാണ്. അവിടെ സ്ലൈമർ എന്നാണ് ഓ അങ്ങനെ തീരുമാനിച്ചോ, എന്നിട്ട് പറയുന്നത് ഓക്കെ എനിക്കും കുഴപ്പമില്ല, നിങ്ങൾ എന്നെ സർവ് ചെയ്തോളൂന്ന്. പിന്നീട് ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്.